നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഗസ്റ്റഡ് ഡേറ്റ് 25/3/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് സെക്രട്ടറി ഫോർ വിളിച്ചിരിക്കുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ബാങ്ക് ഇൻ കേരളയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 6/2025 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ബാങ്ക് ഇൻ കേരളയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് സെക്രട്ടറി. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 8,000 രൂപ, അതും കൺസോൾഡേറ്റ് പേ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒരു വേക്കൻസിയാണ്. വേക്കൻസി കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി 1 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതും മലപ്പുറം ജില്ലയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് വൈഡായാണ്, അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2025 എന്ന ഡേറ്റ് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. അതിൽ നിങ്ങൾക്ക് മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കുകയും അതേപോലെ 40 വയസ്സ് കടക്കാനും പാടുന്നതല്ല. അങ്ങനെയുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിൽ വരാത്ത റിസർവ്ഡ് കാറ്റഗറീസിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതായിരിക്കും. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡിഗ്രി പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം HDC ആൻഡ് BM പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 7 വർഷത്തെ എക്സ്പീരിയൻസ്, അതും അക്കൗണ്ടൻ്റായി ജോലി ചെയ്തിട്ടുള്ള 7 വർഷത്തെ എക്സ്പീരിയൻസ്, കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്ത എക്സ്പീരിയൻസും കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായിരിക്കേണ്ടതാണ്. അതും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും അക്കൗണ്ടൻറ്റ് എന്ന തസ്തികയിൽ ഏതെങ്കിലും കോഓപ്പറേറ്റീവ് ബാങ്കിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം അടുത്ത ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ അതും അല്ലെങ്കിൽ MCom വിത്ത് ഫിനാൻസ് ആസ് എ മെയിൻ സബ്ജക്റ്റായി പഠിച്ചിരിക്കുകയും വേണ്ടതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അത് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന 3 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ബാങ്കിങ് സെക്ടറിൽ അതല്ലെങ്കിൽ കോഓപ്പറേറ്റീവിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന സ്ഥാപനത്തിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയാലും മതിയാവുന്നതാണ്. അതും അക്കൗണ്ടൻറ്റിൻ്റെ 3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് BCom കോർപ്പറേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം 7 വർഷത്തെ എക്സ്പീരിയൻസ്, അതും അക്കൗണ്ടൻ്റായി ജോലി ചെയ്തിട്ടുള്ള 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതും കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025. ഈ
നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് cscb.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതേപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക.